ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മോഡൽ ഹെയർ ക്ലിപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അതിനാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് B7000 ഗ്ലൂ, സിസേഴ്സ് വേണം, പിന്നെ ക്ലിപ്പ് വേണം. അത് അലിഗേറ്റർ ക്ലിപ്പായാലും ടിക്ടാക് ക്ലിപ്പായാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ ഫോം ഷീറ്റ്, പിന്നെ പെൻസിൽ, സ്കെയിൽ, അതൊക്കെയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഭയങ്കര ഈസിയാണ്. വളരെ 5 മിനിറ്റ് പോലും എടുക്കത്തില്ല ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനായിട്ട് നമ്മളുടെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ലെങ്തും 5 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്. എന്നാൽ നമുക്ക് ഭയങ്കര പൈസ ചിലവും ഇല്ല. ഫോം ഷീറ്റും ഒരു ക്ലിപ്പും മേടിച്ചാൽ മതി. ക്ലിപ്പ് തന്നെ നമ്മുടെ ഈ കളർഫുൾ ക്ലിപ്പ് തന്നെ ആവശ്യമില്ല കേട്ടോ. ബ്ലാക്ക് ടിക്ടാക് ക്ലിപ്പ് കിട്ടുമല്ലോ, അത് മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ കളർഫുൾ ഉള്ളതുകൊണ്ട് ഞാൻ കളർഫുൾ എടുത്തതന്നേ ഉള്ളൂ. ബ്ലാക്ക് എൻ്റെ കയ്യിലില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 സൈഡും ഇങ്ങനെ ക്രോസ് ലൈൻ ഇട്ട് കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിഡിലിൽ ടച്ച് ചെയ്യണ്ട, പക്ഷെ മിഡിലിൻ്റെ തൊട്ട് മുന്നേ വരെ വരുന്നവരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 1 സെൻറ്റിമീറ്ററാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. 2 എൻഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഇപ്പുറത്തോട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ട്രയാങ്കിൾ പോലെ ഒരു കട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സ്കെയിലും പെൻസിലും ഒക്കെ വെച്ച് മാർക്ക് ചെയ്ത് കാണിച്ചു തരുവാണ്. തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. പിന്നെ സ്കെയിലും പെൻസിലിൻ്റെയും ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഇനി എന്ന് പറയുന്നത് ആ മിഡിൽ പോർഷനിൽ നമുക്ക് സാധാരണ ബോ വെക്കുമ്പോൾ നമ്മൾ മിഡിലൊരു പോർഷൻ കവർ ചെയ്ത് കൊടുക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ. 2 ലൈൻ ഇങ്ങനെ ഇട്ട് ആ മിഡിൽ ഏരിയ മാത്രം വെച്ചിട്ട് ബാക്കി സൈഡിലുള്ളത് കട്ട് ചെയ്ത് കളയുവാണ് ഇങ്ങനെ. യൂഷ്വലി ഇത് ചെയ്യുമ്പോൾ സ്മോൾ സിസേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്മോൾ കാണാനില്ല ആക്ച്വലി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ എഡ്ജ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷാർപ്പ് സാധനം യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ബാക്കി പരിപാടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. സംഭവം എങ്ങനെയാണെന്ന് ഐഡിയ ഏകദേശം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്കിത് ക്ലിപ്പിലോട്ട് മാറ്റാം. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ഇതെങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇതിൽ തന്നെ ലാസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ ക്ലിപ്പിൽ എങ്ങനെ വെക്കട്ടെന്ന് ഐഡിയ നോക്കുമായിരുന്നു. തിരിച്ചു വെക്കണോ താത്തി വെക്കണോ. അപ്പം ഇതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, ഇതല്ലേ ഇങ്ങനെ വെക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, നമുക്ക് യെല്ലോയിൽ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്യാം. അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഫ്രണ്ടിൽ ആ കവറിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് കേട്ടോ. ആക്ച്വലി അലിഗേറ്ററിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ മുന്നേ ചെയ്ത അതേ ഡിസൈൻ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് സെയിം തന്നെ 5 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഓരോ ദിവസം ഓരോ ഹെയർ ആക്സസറി മേക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എങ്കിലേ നിങ്ങളുടെ പേജിലോട്ട് നമ്മളുടെ വീഡിയോസൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഹെയർ ആക്സസറീസ് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്നുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിലേ ഞാൻ അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞാപ്പൂവിന് വെച്ച് നോക്കിയതാണ്. കൊള്ളാമോ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. നാളെ കാണാം കേട്ടോ.